ഭാരതപ്പുഴയിലേക്ക് മീൻ പിടിക്കാൻ വേണ്ടി പോവട്ട. നമ്മുടെ 4 ചങ്കുകൾ നമ്മുടെ കൂടെയുണ്ട്. എല്ലാവരും പറയുന്നത് ഞങ്ങളൊക്കെ വലിയ മീൻ പിടുത്തക്കാരാണെന്നാണ്. പക്ഷെ എനിക്ക് യാതൊരു ഉറപ്പില്ല. നമുക്ക് അവസാനം കാണാം ആരെ നല്ല മീൻ പിടുത്തക്കാരാണെന്ന്. അപ്പം എനർജിക്ക് കുറച്ച് ഓറഞ്ച് വേണമെന്ന് പറഞ്ഞപ്പോൾ ആര്യമ്പാവിൽ നിന്ന് 2 കിലോ ഓറഞ്ചും വാങ്ങി അത് കഴിച്ചിങ്ങനെ പോവാണ്. അങ്ങനെ ഞങ്ങൾ ഭാരതപ്പുഴയുടെ ഓരത്തെത്തിപ്പോൾ റെയിൽവേ ക്രോസ് ചെയ്തിട്ട് വേണം ഭാരതപ്പുഴയിൽ ഇറങ്ങാൻ. അങ്ങനെ റെയിൽവേ ക്രോസ് ചെയ്ത് ഞങ്ങൾ നേരെ ഭാരതപ്പുഴയിലേക്ക്. മാഷാ അല്ലാ, അവിടെ എത്തിയപ്പോൾ എന്തൊരു മനോഹരമായിട്ടുള്ള സ്ഥലമെന്നറിയോ. മീൻ കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, അവിടെ ആ സ്ഥലത്തിൻ്റെ വൈബ് ഉണ്ടല്ലോ, ഒരു ഒന്നൊന്നര വൈബ് തന്നെയാണ്. മാഷാ അല്ലാ, നാണിയും മാനിയും പുഴയിലേക്ക് ഇറങ്ങിയതേ ഞങ്ങൾ കണ്ടില്ല. ഞങ്ങൾ 3 ആളും ഇറങ്ങിയിട്ടില്ല. അപ്പോഴേക്കും ഒരു വിളി ഇങ്ങോട്ട് വരുന്ന്. ചെന്ന് നോക്കിയപ്പോൾ മാഷാ അല്ലാ, ഒരു സൂപ്പർ ആരൽ മീൻ. ഞങ്ങളുടെ നാട്ടിൽ ആരൽ എന്ന് പറയും, ഓരോ നാട്ടിൽ ഓരോ ഭാഷയായിരിക്കും. അതും കൊട്ടയിലേക്കിട്ട് ഞങ്ങളും ഇറങ്ങി. പിന്നെ പറയേണ്ട മക്കളെ, മീനോട് മീൻ. ആരൽ മീനുണ്ട്, പരൽ മീനുണ്ട്, സിലോപ്പി ഉണ്ട്, അങ്ങനെ പലതരം മീനുകളാണ്. കിട്ടിയ മീനുകളെല്ലാം സെഞ്ചിയിലേക്കിട്ട് തണ്ടാടി വല എടുത്ത് മാഷാ അല്ലാ, ഒന്നും പറയാനില്ല, ധാരാളം മീനുകൾ. ഈ മുതലാണ് നമ്മുടെ കൂട്ടത്തിലെ മീൻ പിടുത്തക്കാരൻ. അതുപോലെ തന്നെ മാനിയും. പിന്നെ നമ്മുടെ ഫൈസിയും ഹമീദും ഉണ്ട്, അവരും നല്ല മീൻ പിടുത്തക്കാരാണ്. വലയിടുന്നതിനേക്കാളും എനിക്ക് പ്രയാസമായി തോന്നിയത് അതിൽ കുടുങ്ങിയ മീനുകളെ എടുക്കാനാണ്. മീൻ പിടുത്തം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. ഒരു തട്ടുകടയിൽ കയറി നല്ല ദോശയും ചട്ടണിയും കൂടെ പാനിപ്പൂരിയും. മാഷാ അല്ലാ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണം. ഫോളോ ചെയ്യാത്ത ആളുകൾ ഫോളോ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.